ഏറെ നാളായുള്ള കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് പ്രവാസികൾ നാട്ടിലേക്ക് എത്തുന്നത്. ഓരോ പ്രവാസിയുടെയും കണ്ണീരിന്റെ ഫലം കൂടിയാണത്. എന്നാൽ നാട്ടിലെത്തിയ പല പ്രവാസികൾക്കും നേരിടേണ്ടി വന്നത് ദുരനുഭവങ്ങൾ മാത്രം. അത്തരമൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കോഴിക്കോട് ഫറോക്കിലെ പ്രവാസികൾക്കുള്ള ക്വാറന്റൈൻ കേന്ദ്രത്തിലെ വൃത്തിഹീന സാഹചര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തിയതായി പരാതി. അറസ്റ്റ് ചെയ്ത് കോവിഡ് വാർഡിലേക്ക് മാറ്റുമെന്നായിരുന്നു പോലീസിന്റെ മറുപടിയെന്ന് ബഹ്റൈനിൽ നിന്നെത്തിയവർ പറയുകയും ചെയ്യുന്നു. മുറിക്കുള്ളിൽ താമസിക്കാൻ കഴിയാത്തതിനാൽ പലരും പണം ഈടാക്കുന്ന ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. ഫറോക്കിലെ റൈസ് ഹോസ്റ്റലിൽ ഒരുക്കിയ ക്വാറന്റൈൻ മുറിയിലാകെയും കിടക്കയിലും പൊടിശല്യവും മാറാലയുമാണ്. പാറ്റയും പഴുതാരയും അടക്കമുള്ള ക്ഷുദ്രജീവികളെയും റൂമിൽ കാണാൻ സാധിക്കും. ഒപ്പം ബാത്റൂം ഉപയോഗിക്കാൻ കഴിയാത്തത്ര ദയനീയ അവസ്ഥയിലാണ്. ബഹ്റൈനിൽ നിന്നെത്തിയ 36 പേരാണ് ഈ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത്. പോലീസിനോടും ഹെൽത്ത് ഇൻസ്പെക്ടറോടും പരാതി പറഞ്ഞിട്ടും നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. മുറിക്കുള്ളിൽ കയറില്ലെന്ന് പറഞ്ഞപ്പോഴായിരുന്നു പോലീസിന്റെ വക ഭീഷണിയെന്ന് ക്വാറന്റൈനിലുള്ളവർ പറയുന്നു. ഫറോക്ക് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഈ ക്വാറന്റൈൻ കേന്ദ്രം ഉള്ളത്. സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച സൗകര്യം ഒരുക്കിയെന്നാണ് വാർഡ് കൗൺസിലറുടെ വിശദീകരണം. അതേസമയം പണം ഈടാക്കുന്ന ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറണമെന്ന ആവശ്യത്തോടും അധികൃതർ മുഖം തിരിച്ചെന്ന് ഹോസ്റ്റലിലുള്ളവർ പറയുന്നു. പിന്നീട് ഡെപ്യൂട്ടി കളക്ടറെ നേരിട്ട് വിളിച്ച് പരാതിപ്പെട്ടപ്പോഴാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയത്. ഇതോടെ കൂടുതൽ പേർ ഈ കേന്ദ്രം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലുമാണ്. ഇവിടെ BSNL സിം കിട്ടാൻ വൈകിയെന്നും പരാതിയും ഉയരുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.